അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. വിപണിയിൽ ഓണപ്പൂക്കളുടെ സുഗന്ധം പരന്നു. അല്ലലില്ലാത്ത നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെരുമ്പാപ്പുഴയിലേക്ക് വിഗ്രഹ നിമഞ്ജന രഥഘോഷയാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്രാഹ്മണ സമൂഹ മഠത്തിന് സമീപത്തു നിന്നുമാണ് ഗണേശ വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. 2024 ഡിസംബർ 11 മുതൽ 14 വരെയാണ് കോക്കാട് മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം. വാർത്തകൾ വിശദമായി. വിപണിയിൽ ഓണപ്പൂക്കളുടെ സുഗന്ധം വരുന്നു. അല്ലലില്ലാത്ത നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. പൂവിളികളുമായി പൂക്കുടയേന്തി കാടും മലയും വയലും താണ്ടി പൂവിറുക്കുന്ന കുട്ടിക്കൂട്ടം ഓർമ്മകളിലും തൊടിയിലും വയലിലും സുലഭമായിരുന്ന തുമ്പയും മുക്കുറ്റിയും കോളാമ്പിയും തെച്ചിയുമെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തതോടെ ഓണം മറുനാടൻ പൂക്കൾ കൈയടക്കി. മലയാളി മുറ്റങ്ങളിൽ ബംഗളൂരു, ഹൊസൂർ, ഡിണ്ടിഗൽ, തോവാള, മധുര, തെങ്കാശി, കോയമ്പത്തൂർ, ശങ്കരൻ കോവിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൂക്കൾ പുഞ്ചിരിച്ചു നിന്നു. ജമന്തി, റോസ, വാടാമുല്ല, മുല്ല, പിച്ചി, അരളി, താമര തുടങ്ങിയ വിവിധ നിറത്തിലുള്ള ഹൈബ്രിഡ് പൂക്കൾ ഇത്തവണയും ഓണം കളറാക്കാനായി വിപണിയിൽ നിറഞ്ഞു കഴിഞ്ഞു. മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള ജമന്തികൾക്കാണ് ഡിമാൻഡ് ഏറ്റവും കൂടുതൽ. 500 രൂപയാണ് ഇതിന് കിലോയ്ക്ക് വില. വാടാർ മല്ലിക്ക് 200-ഉം തെച്ചിക്ക് 240-ഉം അങ്ങനെ നീളുന്നു വിലവിവര പട്ടിക. ഗണേശോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വില അല്പം കൂടിയിരുന്നാലും പിന്നീട് വില ഇടിയുവാനാണ് സാധ്യത എന്ന് കച്ചവടക്കാർ പറയുന്നു. ഗണേശോത്സവം ഇല്ലതുകൊണ്ട് ഇപ്പോൾ പൂവിന് കുറച്ച് ഡിമാൻഡാണ്. ഈ വർഷത്തെ ഒരു 8-ാം തീയതി കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ച് കുറയുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നല്ല റേറ്റിലാണ് നിൽക്കുന്നത്. ജമന്തിയൊക്കെ ഏകദേശം ഒരു 500 രൂപയൊക്കെ റേറ്റ് ഉണ്ട്. ചെണ്ടുമല്ലി മാത്രമാണ് കുറവുള്ള റേറ്റ്. വേറെ സാധനം ഇതുകൊണ്ട് കുറച്ച് ഡിമാൻഡാണ് ഉള്ളത്, ഗണേശോത്സവം ആയതുകൊണ്ടുള്ളത്. ഓണാകുമ്പോഴേക്ക് റേറ്റ് കുറയുന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ കാര്യമായിട്ട് വേറെ കർണാടക, തമിഴ്നാടൊന്നും വേറെ വിശേഷമൊന്നും ഇല്ലാത്തത് കാരണം റേറ്റ് കുറയുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിലയിൽ വലിയ ഇടിവുണ്ടായേക്കുമെന്നാണ് കച്ചവടക്കാരുടെ ആശങ്ക. കാരണം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഔദ്യോഗിക ഓണാഘോഷമില്ല. ക്ലബ്ബുകളും മറ്റും ആഘോഷ പരിപാടികൾ വെട്ടിക്കുറച്ചതും സർക്കാർ സ്ഥാപനങ്ങളിൽ ഓണാഘോഷങ്ങൾ ഇല്ലാത്തതും പൂവിപണിക്ക് വലിയ തിരിച്ചടിയാകും. ഇതിനോടകം തന്നെ പൂക്കള മത്സരങ്ങൾ പലരും ഒഴിവാക്കി. ദിവസവും 10,000 രൂപയുടെ വരെ കച്ചവടമുണ്ടായിരുന്ന കടകളിൽ അതിന്റെ പകുതി പോലും നടക്കുന്നില്ല. എങ്കിലും ഓണത്തോടടുപ്പിച്ച് നല്ല കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കച്ചവടക്കാർ. പുഞ്ചിരിക്കുന്ന ഈ പൂക്കളില്ലാതെ മലയാളിക്ക് ഓണാഘോഷം പൂർത്തിയാക്കാൻ കഴിയുകയില്ല. വീട്ടുമുറ്റങ്ങളിൽ ഈ പൂക്കൾ കൊണ്ട് നല്ല പൂക്കളം ഉണ്ടാക്കുക എന്നത് ഏവരുടെയും ആഗ്രഹമായിരിക്കും. മോഹവില നൽകി പൂക്കൾ സ്വന്തമാക്കാൻ അതുകൊണ്ട് തന്നെ ഏവരും മത്സരിക്കുകയും ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെരുമ്പാപ്പുഴയിലേക്ക് വിഗ്രഹ നിമഞ്ജന രഥഘോഷയാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്രാഹ്മണ സമൂഹ മഠത്തിന് സമീപത്തു നിന്നുമാണ് ഗണേശ വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചത്.
നിരന്തര പ്രണവജപങ്ങളോടെ ഹൃദയം ഗണപതി പാരിന്റെ അധിപതി തന്റെ കഴിഞ്ഞ ദിവസം പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കല്യാശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ കവാടത്തിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. PP ഇബ്രാഹിം, AP ബദ്രുദ്ദീൻ, യൂത്ത് ലീഗ് നേതാക്കളായ ജംഷീർ ആലക്കാട്, ദാവൂദ് മുഹമ്മദ്, ഹാരിസ് മാട്ടൂൽ തുടങ്ങി 20ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. പഴയങ്ങാടി റോഡിൽ ഗതാഗത കുരുക്കുണ്ടാക്കിയതിനും പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിനുമാണ് കേസ്. കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ സംഘത്തിന്റെയും കൊട്ടേഷൻ സംഘത്തിന്റെയും നിർമ്മാതാവെന്ന പോലെ മക്കളെ അടക്കം മരുമക്കളെ അടക്കം രംഗത്തിറക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. 2024 ഡിസംബർ 11 മുതൽ 14 വരെയാണ് കോക്കാട്ട് മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ടം നടക്കുന്നത്. പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള സുപ്രധാന ചടങ്ങാണ് കളിയാട്ടം ഏൽപ്പിക്കൽ. മുച്ചിലോട്ടമ്മ തന്റെ പന്തൽമംഗലം നടത്താൻ മൂലഭണ്ഡാരം ആചാരസ്ഥാനികരുടെയും ക്ഷേത്രം കോയ്മയുടെയും സാന്നിധ്യത്തിൽ ആഘോഷ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന ചടങ്ങാണിത്. അരങ്ങിൽ ഇറങ്ങിയ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്ന് ദേവീവിഹിതമായ മൂലഭണ്ഡാരം ആഘോഷ കമ്മിറ്റി ചെയർമാൻ K. നാരായണൻകുട്ടി, ക്ഷേത്ര കോയ്മ കുടുംബാംഗങ്ങളായ TV സുരേന്ദ്രൻ, TV ദാമോദരൻ, മാവില ദാമോദരൻ എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ മറ്റു ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരടക്കം നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിന് ശേഷം അന്നദാനവും നടന്നു. 2024 ഡിസംബർ 11 മുതൽ 14 വരെയാണ് കോക്കാട്ട് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാധ്യമങ്ങളുടെ കിടമത്സരവും ഓൺലൈൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനവും സത്യമറിയാനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് TA മധുസൂദനൻ MLA അഭിപ്രായപ്പെട്ടു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ പ്രാദേശിക പത്രപ്രവർത്തകർക്കുള്ള 2024 K. രാഘവൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം മാധ്യമം പയ്യന്നൂർ ലേഖകൻ രാഘവൻ കടന്നപ്പള്ളിക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങളുടെ കിടമത്സരവും ഓൺലൈൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപനവും മൂലം സത്യമറിയുവാനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും പ്രാദേശിക മാധ്യമ പ്രവർത്തകർ പരിമിതിക്കുള്ളിൽ നിന്ന് നന്നായി പ്രവർത്തിക്കുന്നവരാണെന്നും TA മധുസൂദനൻ MLA പറഞ്ഞു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രാദേശിക പത്രപ്രവർത്തകർക്കുള്ള 2024 K. രാഘവൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം മാധ്യമം പയ്യന്നൂർ ലേഖകൻ രാഘവൻ കടന്നപ്പള്ളിക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ രാഘവൻ മാസ്റ്റർ പുരസ്കാര സമിതി 2014 മുതൽ നൽകി വരുന്നുണ്ട്. ചടങ്ങിൽ VM ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി റിട്ടയർഡ് ന്യൂസ് എഡിറ്റർ വിനോദ് ചന്ദ്രൻ അനുസ്മരണ ഭാഷണം നടത്തി. ഫോക്ലാൻഡ് ചെയർമാൻ അഡ്വക്കേറ്റ് V. ജയരാജൻ, P. ഹരിശങ്കർ, പ്രസ് ഫോറം സെക്രട്ടറി K. പവിത്രൻ, മാതൃഭൂമി പയ്യന്നൂർ ലേഖകൻ P. സുധീഷ് എന്നിവർ ആദരപ്രസംഗവും രാഘവൻ കടന്നപ്പള്ളി മറുപടി പ്രസംഗവും നടത്തി. KK കുഞ്ഞിരാമ പൊതുവാളുടെ സ്മരണയ്ക്ക് CV സൗദാമിനി ഗ്രന്ഥാലയത്തിന് സംഭാവന ചെയ്ത പുസ്തകശേഖരം CV ഭാനുമതി ടീച്ചർ
ഗ്രന്ഥാലയം പ്രസിഡന്റ് VM ദാമോദരന് കൈമാറി. യു രാജേഷ്, AKP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ നിന്ന് ചിത്രീകരിച്ച് ലോക റെക്കോർഡിനുടമയായ പ്രശസ്ത ദന്ത ഡോക്ടറും സംഗീതജ്ഞനുമായ CV രഞ്ജിത്തിനെ ചെറുകുന്നിലെ സുഹൃത്ത് സംഘം ആദരിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ CV രഞ്ജിത്തിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വന്ദേമാതരം എന്ന ദേശീയ ഗീതം ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ നിന്ന് ചിത്രീകരിച്ച ലോക റെക്കോർഡിനുടമയായ പ്രശസ്ത ദന്ത ഡോക്ടറും സംഗീതജ്ഞനുമായ CV രഞ്ജിത്തിനെ ചെറുകുന്നിലെ സുഹൃത്ത് സംഘം ആദരിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ CV രഞ്ജിത്തിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ക്ഷേത്രകലാ അക്കാദമി മുൻ ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TM മുരളീധരൻ ഉപഹാരം സമ്മാനിച്ചു. PM വിനോദ്, ഡോക്ടർ KK ശ്രീനിവാസൻ, രവിശങ്കർ നമ്പ്യാർ, പ്രഭാകരൻ ചെറുകുന്ന, ലക്ഷ്മണൻ ചെറുകുന്ന, PP സുരേഷ് കുമാർ, ഷാഹുൽ ഹമീദ്, MV വത്സൻ, ഡോക്ടർ CV രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാങ്കോൽ വിഘ്നേശ്വര സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്ര സംഘടിപ്പിച്ചു. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി കാങ്കോൽ വിഘ്നേശ്വര സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്ര സംഘടിപ്പിച്ചു. കാങ്കോൽ കളരി ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് A സേതുരാമൻ, KK രാജഗോപാലൻ മാസ്റ്റർ, സുനിൽകുമാർ, ശ്രീജയൻ, ഗംഗാധരൻ കാളീശ്വരം തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്കൈ ഹൈ പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ തൃക്കരിപ്പൂർ തങ്കയം ജുമാ മസ്ജിദിന് പുറകുവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കയം ജുമാ മസ്ജിദിന് സമീപം പുതുതായി ആരംഭിക്കുന്ന സ്കൈ ഹൈ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ E ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VK സിന്ധു, C ചന്ദ്രമതി, രജീഷ് ബാബു, CH റഹീം, AK സുജ, ശശിധരൻ, സീത ഗണേഷ്, ഫായിസ് ബീരിച്ചേരി, ലിയാഖത്ത് NP, ജയരാമൻ KP സുരേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. 1 മുതൽ 3.5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഡേ കെയർ സൗകര്യവും 3.5 വയസ്സു മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് KG ക്ലാസുകളും സ്കൈ ഹൈ ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ പ്രത്യേകതകളാണ്. ക്ലാസ് മുറികളിലെ തത്സമയ ദൃശ്യങ്ങൾ രക്ഷിതാക്കൾക്ക് ലൈവായി കാണുവാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്. ശീതീകരിച്ച ക്ലാസ് മുറികളും മോണ്ടിസോറി മോഡൽ പഠനാനുഭവങ്ങളും കുരുന്നുകൾക്ക് നവീന അനുഭവം പകരും. സ്കൈ ഹൈ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ 9656524262 എന്ന നമ്പറിലേക്കോ 9895352143 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശാഭിമാനി ബുക്ക് ഹൗസ് പുസ്തകോത്സവം പയ്യന്നൂരിൽ തുടങ്ങി. ഗാന്ധി പാർക്കിനടുത്ത് പാർക്ക് വ്യൂ ഹാളിൽ TA മധുസൂദനൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗാന്ധി പാർക്കിനടുത്ത് പാർക്ക് വ്യൂ ഹാളിൽ ആരംഭിച്ച ദേശാഭിമാനി ബുക്ക് ഹൗസ് പുസ്തകോത്സവം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാരിന്റെ മികച്ച ചലച്ചിത്ര നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ KC കൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുസ്തകങ്ങളുടെ ആദ്യ വിൽപ്പന C ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ഉഷാ മധുസൂദനൻ ഏറ്റുവാങ്ങി. ഡോക്ടർ ജിനേഷ് കുമാർ എരമം, KP ബാലകൃഷ്ണ പൊതുവാൾ, എതിർദിശ സുരേഷ് എന്നിവർ സംസാരിച്ചു. ചിന്ത പബ്ലിക്കേഷൻസിന്റെ പുസ്തകങ്ങൾക്കു പുറമെ DC, മാതൃഭൂമി, NBS, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹരിതം, ഒലീവ്, ഇൻസൈറ്റ്, ലോഗോസ്, പ്രോഗ്രസ്, കൈരളി തുടങ്ങി പ്രമുഖ പ്രസാധകരുടെയെല്ലാം പുസ്തകങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഷീബ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കരിവള്ളൂർ ദേശീയപാതയിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. 51 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഷീബ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് ഡെപ്യൂട്ടി MD ഹരിദാസ് KV ആദ്യ വിൽപ്പന സ്വീകരിച്ചു.
ഓണത്തോടനുബന്ധിച്ച് ഷീബ ഫർണിച്ചറിൽ നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓരോ പർച്ചേസിനും സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകും. ഷീബ ഫർണിച്ചറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 0495 261371 എന്ന നമ്പറിലോ 9562626171 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കൺസ്യൂമർ ഫെഡിന്റെ ഓണ വിപണന മേള 2024 ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കൺസ്യൂമർ ഫെഡിന്റെ ഓണ വിപണന മേള 2024 ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് വഴിയും മറ്റ് ലാഭം മാർക്കറ്റ് വഴിയും അങ്ങനെ റേഷൻ ഷോപ്പ് വഴിയും ഒരുപാട് മാർക്കറ്റിംഗ് മാനേജർ രജീഷ് കണ്ണോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് മാനേജർ മനോജ് കെ, ഹേമന്ത്, ജീവൻ എന്നിവർ സംബന്ധിച്ചു. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റു സാധനങ്ങളും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് വലിയ അനുഗ്രഹമായി മാറുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ പ്രശസ്ത നാടക സിനിമാ നടൻ KC കൃഷ്ണനെ യുണീക് കൊക്കാനശ്ശേരി അനുമോദിച്ചു. KV പത്മനാഭൻ ഉപഹാരം നൽകി. കേരള സർക്കാരിന്റെ മികച്ച ചലച്ചിത്ര നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ KC കൃഷ്ണനെ യുണീക് കൊക്കാനശ്ശേരിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. KV പത്മനാഭൻ അനുമോദനം നിർവഹിച്ചു. CT മോഹനൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KV സത്യനാഥൻ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൃഷിവകുപ്പ് അവതരിപ്പിച്ച ഓണത്തിനൊരു കൊട്ടപ്പൂവ് എന്ന പദ്ധതി വഴി മാത്തിൽ വ്യാപാരി വ്യവസായ സമിതി വനിതാ വിംഗ് നടത്തിയ ടെറസ് പൂക്കൃഷിയിൽ 100 മേനി വിളവ്. മാത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പൂക്കൃഷി നടത്തിയത്. ഓണത്തിന് അന്യസംസ്ഥാന പൂക്കളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ കൃഷിവകുപ്പ് അവതരിപ്പിച്ച ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പദ്ധതി വഴിയാണ് മാത്തിൽ വ്യാപാരി വ്യവസായ സമിതി വനിതാ വിംഗ് ടെറസ് പൂക്കൃഷി ആരംഭിച്ചത്. മാത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ചെണ്ടുമല്ലിപ്പൂ കൃഷി ആദ്യ വർഷത്തിൽ തന്നെ 100% വിജയമാണ് നൽകിയത്. വ്യാപാരി വ്യവസായി സമിതിയുടേതടക്കം നിരവധി കൂട്ടായ്മകൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പൂക്കൃഷി നടത്തിയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ കൂടുതൽ സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കുവാനാണ് കൃഷിഭവൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിനൊരു കൊട്ടപ്പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കാങ്കൂർ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ 17ഓളം ഗ്രൂപ്പുകൾക്ക് നമ്മൾ 4400ഓളം ചെണ്ടുമല്ലി തൈകൾ വിൽപ്പനക്കായി എത്തിച്ചു കൊടുത്തിട്ടായിരുന്നു. ഇത് തികച്ചും സൗജന്യ നിരക്കിലാണ് നമ്മൾ നൽകിയത്. അതിൽ വളരെ മികച്ച രീതിയിൽ കൃഷി ചെയ്തൊരു ഗ്രൂപ്പാണ് വ്യാപാര വ്യവസായ സമിതിയുടെ ഈ ഗ്രൂപ്പ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കൂൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാങ്കോൽ വായനശാലയിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷത വഹിച്ചു. സതീശൻ മാസ്റ്റർ, KG ബിന്ദുമോൾ, ഡോക്ടർ ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തിരുമേനി ഗവൺമെന്റ് മോഡൽ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് തിരുമേനി വ്യാപാര ഭവനിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തിരുമേനി ഗവൺമെന്റ് മോഡൽ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് തിരുമേനി വ്യാപാര ഭവനിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KK ജോയി, KD പ്രവീൺ, KP സുനിത, മെഡിക്കൽ ഓഫീസർ ജയദീപ് BP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിപണിയിൽ ഓണപ്പൂക്കളുടെ സുഗന്ധം പരന്നു. അല്ലലില്ലാത്ത നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെരുമ്പാപ്പുഴയിലേക്ക് വിഗ്രഹ നിമഞ്ജന രഥഘോഷയാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്രാഹ്മണ സമൂഹ മഠത്തിന് സമീപത്തു നിന്നുമാണ് ഗണേശ വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചത്.
കഴിഞ്ഞ ദിവസം പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. 2024 ഡിസംബർ 11 മുതൽ 14 വരെയാണ് കോക്കാട് മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.